ഹലോ ഫ്ലൈവിലേഴ്സ്, വെൽക്കം ടു ഫ്ലൈവിൽ. നമ്മളിപ്പോൾ കൊച്ചിയിലുള്ളത്. കൊച്ചിയിൽ പൾസറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള N250 എന്ന മോഡൽ റൈഡ് നോക്കാൻ വന്നേക്കുന്നത്. ഈ N സീരീസിൽ ഇപ്പോൾ ഒരു മൂന്നാമത്തെ ബൈക്കാണ് ഈ 250 എന്ന് പറയുന്നത്. ഇതിന് മുന്നേ 150യും 160യും ഉണ്ടായിരുന്നു. ഇത് രണ്ടും തന്നെ മാർക്കറ്റിൽ ആവശ്യത്തിൽ കൂടുതൽ അവർ സ്ഥാനം പിടിച്ചെടുത്ത വണ്ടികളാണ് രണ്ടും. അവരുടെ വാല്യൂ ഫോർ മണി പാക്കേജ് ആണെങ്കിലും അവരുടെ പെർഫോമൻസ് ആണെങ്കിലും. സോ ഈ ഒരു 250 എന്ന് പറഞ്ഞ വണ്ടി ആൾക്കാരെല്ലാം ഉറ്റുനോക്കുന്ന കുറച്ച് കാലമായിട്ട് ഹൈപ്പൊക്കെ ജനറേറ്റ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ആൻഡ് ടുഡേ ഇറ്റ്സ് ഔട്ട്. സോ നമുക്ക് ഈ വാഹനത്തിന് കൂടുതൽ വിഷയങ്ങളിൽ കിടക്കാം. വെൽക്കം ടു ഫ്ലൈവിൽ. പൾസർ എന്നൊരു ബ്രാൻഡ് നെയിം ആരെയും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചധികം വർഷമായിട്ട് എൻ്റെ കോളേജ് ഡേയ്സ് തൊട്ട് തന്നെ പൾസർ എന്നൊരു ബ്രാൻഡ് യൂത്തിൻ്റെ ഇടയിൽ പിടിച്ചെടുത്തിട്ടുള്ള വാഹനമാണ്. ആൻഡ് അവിടം തൊട്ട് ഇന്നേ വരെ അതിലൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പൾസറിൻ്റെ ബൈക്സിൻ്റെ മോഡൽസിൽ എണ്ണം കൂടിയെന്നല്ലാണ്ട് ഇവർക്ക് വേറെ പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 3 കാറ്റഗറിയിലാണ് പൾസർ സെല് ചെയ്യപ്പെടുന്നത്. ഒന്ന് ക്ലാസിക് ആയിട്ടുണ്ട്, പിന്നെ ഒരു N സീരീസ് ഉണ്ട്, പിന്നെ ഒരു NS സീരീസ് ഉണ്ട്. NS സീരീസ് എന്ന് പറഞ്ഞാൽ നേക്കഡ് സ്പോട്ട്, അവർ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ആയിട്ടുള്ള മോഡൽസ്. ഇതിന് താഴെ N ആണുള്ളത്. N എന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി യൂസും പറ്റണം, എന്നാൽ ആവശ്യത്തിൽ നമുക്ക് പെർഫോമൻസ് ഉണ്ടാവണം. ഒരു മിക്സ്, ഒരു കോമ്പിനേഷൻ ഓഫ് ബോത്ത് ദ വേൾഡ്സ് എന്ന് പറയാം N സീരീസ് ഉണ്ട്. പിന്നെ ഒരു ക്ലാസിക്സ് ആണ്. ക്ലാസിക്സ് അവർ പക്ക കമ്മ്യൂട്ടർ സീരീസ് ബൈക്സ് ആണ്. കുറച്ചും കൂടെ ആൾക്കാർക്ക് ഈസി ഗോയിങ് ആയിട്ടുള്ള, ഈസി യൂസബിൾ ആയിട്ടുള്ള ബൈക്സ് ആണ്. നമ്മുടെ നാട്ടിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇന്ത്യ എന്നൊരു ടോപ്പോഗ്രഫി മൊത്തം നോക്കുകയാണെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ബജാജിൻ്റെ പൾസേഴ്സിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് NS സീരീസിൽ തന്നെയാണ്. അതിന് തൊട്ട് പുറകെ നിൽക്കുന്നുണ്ട് ഈ N സീരീസ്. അതിന് കാരണം ഈ പുതിയ ഇറങ്ങിയിട്ടുള്ള N150യും 160യും തന്നെയായിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ആവശ്യത്തിൽ കൂടുതൽ മാർക്കറ്റിൽ ഇടം പിടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് വാഹനങ്ങളാണ് ഈ 150യും 160യും. രണ്ടിലും പ്രത്യേകിച്ച് അങ്ങനെ വലിയ വലിയ തെറ്റുകളൊന്നും പറയാനുമില്ല. വെരി ഗുഡ് ബൈക്സ്. സോ ആ ഒരു കാറ്റഗറിയിലേക്കാണ്, അല്ലെങ്കിൽ ആ ഒരു പെഡിഗ്രിയിലേക്കാണ് ഈ പുതിയ N250 എന്ന് പറഞ്ഞ ഈ വാഹനം വന്നിരിക്കുന്നത്. കുറേ കുറവുകളുണ്ടായിരുന്നു F250 ഇറങ്ങിയപ്പോൾ, മെയിനായിട്ട് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ആ കണക്ടിവിറ്റി ഫീച്ചേഴ്സും വേറെ കുറേ ആഡഡ് അഡ്വാൻറ്റേജസ് ആയിട്ടാണ് ഈ 250 വന്നേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ഞാൻ ലാസ്റ്റ് പറഞ്ഞ ഇതിൻ്റെ പ്രൈസ്, ദി മൈൻഡ് ബ്ലോയിങ് പ്രൈസ് ഓഫ്, ഞാൻ പറഞ്ഞതിൽ അവസാനം ഞാൻ പറഞ്ഞുതരാം. സോ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സിലേക്കും പിന്നെ ഇതിൻ്റെ റൈഡിലേക്കും കിടക്കാം. സോ ഫസ്റ്റ് നമുക്കിതിൻ്റെ ഡിസൈനും ഫീച്ചേഴ്സും നോക്കാം. നമുക്ക് ഡിസൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ N സീരീസിൽ ഇപ്പോൾ ഉള്ള കറൻ്റ്ലി റണ്ണിങ് ആയിട്ട് രണ്ട് മോഡൽസിൻ്റെ സെയിം ഡിസൈൻ ഫിലോസഫിയാണ് ഇവിടെ ഫോളോ ചെയ്തിട്ടുള്ളത്. ഒരു ലൈറ്റ് കാണാം, രണ്ട് DRLs സൈഡിൽ വന്നേക്കുന്നത്. ഒരു അഗ്രസീവ് ഡിസൈൻ ആണ് ലാംഗ്വേജ് കൊടുത്തേക്കുന്നത്. ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നിൽക്കുന്ന പോലെ ഇറ്റ് ലുക്സ് ഗുഡ്, കംപ്ലയിൻസ് ഒന്നും പറയാനില്ല. പിന്നെ അതിൻ്റെ ജസ്റ്റ് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു റെഡ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വണ്ടിയുടെ ഭംഗി നല്ലപോലെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ ടയേഴ്സ് ഫ്രണ്ടിൽ വരുന്നത് 110/70 17 ഇഞ്ച് ടയേഴ്സാണ്. ബാക്കിൽ വരുമ്പോൾ 140 ടയർ സെക്ഷൻ ആവും. ഇതിപ്പോൾ വീതി കൂട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ കൊടുത്തിട്ടുള്ള ഫീഡ്ബാക്ക് അനുസരിച്ച് വീതിയും കാര്യങ്ങളും കൂട്ടിയിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിൽ വന്നേക്കുന്നത് 300mm ഡിസ്ക് ബ്രേക്സാണ് വന്നിരിക്കുന്നത്, ബാക്കിൽ 230mm. പക്ഷേ ഇതിന് ഡയറക്റ്റായിട്ട് നമുക്ക് കാഴ്ചയിൽ പെടുന്ന ഒരു ഫീച്ചറാണ് ഈ അപ്സൈഡ് ഡൗൺ ഫോക്സ്. അത് ഈ ഒരു ഷാമ്പെയിൻ ഗോൾഡ് കളറിൽ 3 കളർ ഓപ്ഷൻസാണ് ബൈക്കിന് വരുന്നത്. ഇപ്പോൾ ബ്ലാക്കും വൈറ്റും റെഡും. ഈ റെഡിനും വൈറ്റിനും ഈ ഷാമ്പെയിൻ ഗോൾഡ് ഫിനിഷ് വരുന്നുണ്ട്, ബ്ലാക്കിന് വരുന്നില്ല. ആൻഡ് ഡെഫിനറ്റ്ലി ലുക്സ് ഗുഡ്. സാറിന് ഒരു ഗോൾഡൻ കളറാണ് വരില്ല. ഗോൾഡൻ ആകുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് ഫ്ലാഷിയാണ്. വേറെ കളറാണെങ്കിൽ ഭയങ്കര സബ്ഡ്യൂഡ് ആയിപ്പോയി. പക്ഷേ ഈ ഒരു ഷാമ്പെയിൻ ഗോൾഡിൽ എനിക്കെന്തോ ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓവർ ഫ്ലാഷും അല്ല, എന്നാൽ ഒരു ഡിസ്റ്റിങ്ഷൻ കൊടുക്കാനായിട്ട് അത് മാറി നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ കുറിച്ച് വിശദമായിട്ട് ഞാൻ പറയാം. കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലേക്ക് വരുമ്പോഴാണ് ഹാൻഡിൽ ബാസ് ഇപ്പോൾ കുറച്ചും കൂടെ ചെറുതായിട്ടുണ്ട്, യൂസബിൾ ആയിട്ടുണ്ട്, ഫ്ലിക്കബിൾ ആയിട്ടുണ്ട്. വണ്ടിക്ക് കുറച്ചും കൂടെ ലെങ്ത്ത് കുറഞ്ഞിട്ടുള്ളതുകൊണ്ട് ടൗണിൻ്റെ അകത്ത് ഇറ്റ്സ് വെരി ഈസി ടു യൂസ്. നമുക്ക് ഈസിലി മെനൂവറബിൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഫ്രണ്ടിലും ബാക്കിലും വീൽ സൈസ് ഒന്നായതുകൊണ്ട് ചിലപ്പോൾ ഹൈ പെർഫോമൻസും ഹൈ സ്പീഡിലും അത് ബാധിച്ചേക്കാം. പക്ഷേ ഇൻസൈഡ് ദ സിറ്റി ഈ ഒരു ട്രാഫിക്കിനകത്ത് ഈ ഒരു വെഹിക്കിളിൻ്റെ പെർഫോമൻസിന്, ഈ ഒരു വെഹിക്കിളിൻ്റെ യൂസേജിന് ദിസ് ഇസ് വെരി ഗുഡ്. അതിൻ്റെ ബാക്കിൽ വന്നേക്കാൻ ഒരു ചെറിയ USB പോർട്ട് കാണാം, അതും കവർ വെച്ചിട്ടുണ്ട്, നല്ല ഒരു ആക്ഷനോട് കൂടിയിട്ടുള്ള. ബാക്കിൽ ടാങ്കാണ്, ടാങ്കും അത്യാവശ്യം വലുതായിട്ടുണ്ട് ഇപ്പോൾ. ആൻഡ് പിന്നെ ഈ വന്നിരിക്കുന്ന ഡീക്കാൽസ് ആണ്. ഈ ഡീക്കാൽസ് ഇപ്പോൾ പുതിയ ഈ N സീരീസിൽ വന്നിരിക്കുന്ന പുതിയൊരു ഡീക്കാലാണ്. ബാക്കിൽ സീറ്റ്സ് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. കുഷീനായിട്ടുള്ള സീറ്റ്സാണ്. ബാക്ക് പില്ലിനാണെങ്കിലും റൈഡറിനാണെങ്കിലും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. പക്ഷേ റൈഡിങ് പൊസിഷൻ കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് അലൈൻഡ് ആണ്. അതുകൊണ്ട് നമുക്ക് സിറ്റിക്കകത്ത് കുറച്ചൊരു ഷോർട്ട് ഡിസ്റ്റൻസ് റൺസൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് ഫീൽ ചെയ്യുന്നു കുറച്ച് ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു ഫെറ്റീഗ് വന്ന് തുടങ്ങാം, മെയിനായിട്ട് കയ്യിനും ഒരു ബാക്കിനും. കാരണം
റൈഡിങ് പൊസിഷൻ കുറച്ച് വ്യത്യാസമുണ്ട്. ആ റൈഡിങ് ഫുഡ് പെഗ്സും കുറച്ചും കൂടെ ബാക്കിലോട്ട് സ്റ്റെപ്പ് ബാക്ക് ആയതുകൊണ്ട് ആ ഒരു പ്രശ്നം ഉണ്ടാവും. പിന്നെ ഇതിനൊരു ചെറിയ ക്രാഷ് ഗാർഡ് വന്നിട്ടുണ്ട്, അതും കാണാൻ നീറ്റ്ലി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ലുക്സ് വെരി ഗുഡ്. പിന്നെ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ള എൻജിൻ ബേയും വണ്ടിയുടെ ലുക്സിൻ്റെ കാര്യത്തിൽ ദർ ഇസ് നോ കോംപ്രമൈസ് എനിവെയർ. നമുക്ക് പിന്നെയും നമുക്ക് എടുത്ത് പറയാനുള്ളത് കുറച്ച് സ്ഥലങ്ങളുള്ളത് ഫിറ്റ് ആൻഡ് ഫിനിഷ്. പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് ഗ്യാപ്സും കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഇവിടെ തന്നെ പാനൽ ഗ്യാപ്സും ആ ഒരു ഫിനിഷ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അത് ബാക്കിലേക്ക് വരുമ്പോഴും ഈ ഒരു പ്ലാസ്റ്റിക് ബിറ്റ്സിൽ എന്തായാലും ആ ഒരു ഫിനിഷ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ ആസ് എ ഹോൾ ഒരു ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ നോ കംപ്ലയിൻസ്, ഇറ്റ് ലുക്സ് വെരി ഗുഡ്. നെക്സ്റ്റ് ഞാൻ സംസാരിക്കാൻ പോകുന്നതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഇതിൻ്റെ റൈഡബിലിറ്റിയും യൂസബിലിറ്റിയും ഇതായിട്ട് എങ്ങനെയുണ്ട് നമുക്ക് ഡെയിലി ലൈഫിൽ ജീവിക്കുക എന്നുള്ളതും. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ റൈഡിങ് ട്രയാങ്കിൾ തന്നെ തുടങ്ങാം. റൈഡിങ് ട്രയാങ്കിൾ ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ചും കൂടെ ഒരു അഗ്രസീവായിട്ടുള്ള റൈഡിങ് ട്രയാങ്കിൾ ആണെന്നുള്ളത്. നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് ഓഫ്സെറ്റാണ്, നമ്മൾ ലീൻ ചെയ്യാണ് ഹാൻഡിൽ ബാറിലേക്ക്. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കയ്യിലൊരു ഫിറ്റീഗ് ഫീൽ ചെയ്യാം, ലോവർ ബാക്കിലൊരു ഫിറ്റീഗ് ഫീൽ ചെയ്യാം, പിന്നെ ഷോൾഡേഴ്സിലൊരു ഫിറ്റീഗ് ഫീൽ ചെയ്യാം, കാരണം നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്ത് ബാക്കിലേക്ക് അങ്ങനെ ഒരു ഫിറ്റിംഗ് ഫീൽ ചെയ്യും. പിന്നെ ഫുഡ് പെഗ്സ് ഇച്ചിരി കൂടെ ഹയർ സെറ്റാണ്. ഇതൊക്കെ ഒരു എൻ സീരീസ് ആയതിൻ്റെ പ്രത്യേകതകളാണ്. കുറച്ചും കൂടെ ഒന്ന് റേസിംഗ് പെഡിഗ്രി കയറിയതിൻ്റെ. പക്ഷേ എനിക്ക് ഫീൽ ചെയ്യുന്നു ഹാൻഡിൽ ബാർ കുറച്ചും കൂടെ ഒന്നൊരു എർഗണോമിക് സെൻസിലാക്കിയിരുന്നെങ്കിൽ റൈഡബിലിറ്റി കുറച്ചുകൂടെ കൂടിയാണ്. കാരണം ഈ ഒരു വണ്ടി എന്തായാലും ആൾക്കാർ ഉപയോഗിക്കാൻ പോകുന്നത് സിറ്റിക്കകത്തായിരിക്കും. ഇപ്പോൾ സിറ്റിക്കകത്ത് കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡിങ് പൊസിഷനാണ് എന്തുകൊണ്ട് നല്ലത്. ബട്ട് ഇതൊരു കംപ്ലയിൻ്റ് ആയിട്ട് എന്തായാലും ആരും പറയാൻ പോകുന്നില്ല. കാരണം ഇത് വാങ്ങിക്കാൻ പോകുന്നത് ഒരു 20 to 30 ഇവരുടെ റൈഡർ ഒരു ഏജ് ഗ്രൂപ്പായിരിക്കും ഈ വണ്ടി വാങ്ങിക്കുന്നത്. അവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. സോ നോ കംപ്ലയിൻസ് ഓവർ ദാറ്റ്. പിന്നെ അത് കഴിഞ്ഞാൽ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന ഭാഗങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ പ്ലാസ്റ്റിക് ബിറ്റ്സൊക്കെ ഇച്ചിരി ക്വാളിറ്റി കുറവാണെന്നുള്ളത്. അത് നമുക്ക് എവിടെയും ഫീൽ ചെയ്യും. ഇതിൻ്റെ സ്വിച്ച് ഗിയറും കാര്യങ്ങളും ലോവർ ക്വാളിറ്റിയാണ്, അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുകയും ചെയ്യും. പിന്നെ ഇതിന് കുറേ ഫീച്ചേഴ്സ് വന്ന കാര്യം ഞാൻ അതിലേക്ക് കിടക്കുന്നുണ്ട്. അതിൽ ഇൻട്രാക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബട്ടൺ എല്ലാം ഒരു എവിടേക്കോ ഒരു മിസ്സിങ് ഉള്ള പോലെ ഉണ്ട്, ഒരു കംപ്ലീഷൻ അല്ലാത്ത പോലെ. ബട്ട് അഗൈൻ ഈ ഒരു പ്രൈസിന് മോർ ദാൻ എനഫ് ഫീച്ചേഴ്സ് നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. നമുക്കത് യൂസബിളും ആണ്. യു ജസ്റ്റ് ഹാവ് ടു ഫിഡിൽ വിത്ത് ഇറ്റ് എ ബിറ്റ്. അതുപോലെ തന്നെ നമുക്ക് സീറ്റ് കംഫർട്ടാണ്. സീറ്റ് കംഫർട്ട് ഞാൻ നേരത്തെ പറഞ്ഞു അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കോംഫി ആയിട്ടുള്ള സീറ്റ്സാണ്. ഇവിടെയും നമുക്ക് കൂടുതൽ ഫെറ്റിക് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ചെറിയ ഡിസ്റ്റൻസ് ഓടിച്ചുള്ളെങ്കിലും ഒരു രീതിക്കും അത് ഫീൽ ചെയ്യുന്നില്ല. കുറച്ചും കൂടെ ലോങ് പോയാൽ ചിലപ്പോൾ ഫീൽ ചെയ്യും. പില്ലിയൻ റൈഡറിനും വലിയ ഫീലില്ല, അവർക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ എഞ്ചിനാണ്. ഇതിന് വരുന്നത് 250cc എഞ്ചിൻ തന്നെയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഈ F250ക്ക് വരുന്ന സെയിം എഞ്ചിൻ ട്യൂണിങ്ങിലോ അങ്ങനെ ഒരു വ്യത്യാസം തന്നെ വന്നിട്ടില്ല. ആകെപ്പുറം വന്നിരിക്കുന്ന ഈ ഒരു ഡിസൈനിലുള്ള വ്യത്യാസമാണ്. ഇതിനും ക്രിയേറ്റ് ചെയ്യുന്നത് ഏകദേശം 24 PS പവർ അറ്റ് 8750 RPM എത്രയോ, അത് കൂടാണ്ട് 21 Nm ഓഫ് ടോക്ക്. അത് ജനറേറ്റ് ആവുന്ന 6000 RPM. ഇതിനൊരു ഡയറക്റ്റ് കോമ്പറ്റീഷൻ വേണമെങ്കിൽ പറയാനുള്ളത് ഒരു ജിക്സർ 250 അതിൽ ഏകദേശം 26 PS പവറും ജനറേറ്റ് ആവുന്നുണ്ട്, 24 Nm ടോർക്കും ജനറേറ്റ് ആവുന്നുണ്ട്. അതും പക്ഷേ ഈ ഒരു ചെറിയ ഡിഫറൻസ് ഓഫ് പവർ ആൻഡ് ടോർക്കിന് നമുക്ക് ഏകദേശം 30,000 രൂപ കൂടുതലും ഉണ്ട്. സോ അവിടെയും കംപ്ലയിൻസ് ഒന്നുമില്ല. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എടുത്ത് വരുന്ന പറയുമ്പോൾ ഇതൊക്കെ ഓരോ കുറവുകൾ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ നെക്സ്റ്റ് ഭാഗം, ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം, എല്ലാവർക്കും ഉണ്ടായിരുന്ന കംപ്ലയിൻസ് ഇതിലുള്ള ഫീച്ചേഴ്സ്. 3 റൈഡിങ് മോഡ്സ് വരുന്നുണ്ട് ഇപ്പോൾ: റോഡ്, റെയിന്, ഓഫ് റോഡ്. ഓഫ് റോഡ് ബിറ്റിലിട്ട് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ട്രാക്ഷൻ കൺട്രോളും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്ക് ശരിക്കും ഓഫ് റോഡ് പാച്ചിലൊക്കെ പോയിട്ട് നമുക്ക് അത്യാവശ്യം ഫൺ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓടിച്ച് നോക്കാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഓടിച്ച് നോക്കിയാൽ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞപ്പോൾ അത്യാവശ്യം ഇറ്റ് ഈസ് ഫൺ. പക്ഷേ നമ്മൾ ഓടിച്ച് നോക്കാത്തതുകൊണ്ട് എനിക്ക് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ടും വീണ്ടും പറയുന്നു, നമ്മൾ ഈ ഫീച്ചേഴ്സും ഇതിൻ്റെ അകത്തുള്ള എല്ലാ ഇൻറ്റഗ്രേഷനും എല്ലാ കണക്ടിവിറ്റിയും ഈ ഒരൊറ്റ ബട്ടണിലൂടെ, ഒരു ഗ്രേ കളർ ബട്ടൺ, അതിലാണ് കംപ്ലീറ്റ്. അതിൽ ഓരോ പ്രാവശ്യം അമർത്തുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും നമുക്ക് ഓരോന്നായിട്ട് മാറുന്നത്. ഫ്യൂലൊക്കെ ആണെങ്കിൽ കാണിക്കുന്നത് B ഉണ്ട്, പിന്നെ വാർണിങ്സ് ഉണ്ട്, സെറ്റിങ്സിലേക്ക് കയറാം. അതുകൂടാണ്ട് നമുക്കിപ്പോൾ ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റൈഡിങ് മോഡ്സ് മാറും. പിന്നെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വന്നിട്ടുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നമുക്ക് കോൾ ആൻസർ ചെയ്യാൻ പറ്റും, പാട്ട് കേൾക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു സംഭവം ടേൺ ബൈ ടേൺ നാവിഗേഷൻ. ഈ ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഇതിപ്പോൾ ഒരു ഡോട്ട് മാട്രിക്സ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്, കളറല്ല. അതുകൊണ്ട് തന്നെ ഒരു ഉദാഹരണം പറയാൻ ഇതിൽ വന്നേക്കുന്ന സെയിം ഏത്തറിൻ്റെ ഒരു സ്കൂട്ടർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കുറച്ചുകൊണ്ട് അവർ റേറ്റ് കുറഞ്ഞിട്ടുള്ളത്. അതിന് ഡോട്ട് മാട്രിക്സ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ വന്നേക്കുന്ന ടേൺ ബൈ ടേൺ നാവിഗേഷൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എല്ലാ സൈഡിലേക്കും നമുക്ക് കിട്ടുന്ന പോലെ ആ സെയിം ഒരു ഫീച്ചർ തന്നെയാണ് ഇതിലും വന്നേക്കുന്നത്. ഇറ്റ്സ് ഗുഡ്, കംപ്ലൈൻ്റ് ഒന്നും പറയാനില്ല. നമുക്ക് റീഡബിൾ ആണ്. നമുക്ക്
പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു രീതിയിലാണ് വന്നേക്കുന്നത്. കാരണം നമുക്കിപ്പോൾ റൈറ്റ് ആണെങ്കിൽ റൈറ്റ് തന്നെ കാണിക്കും, ഒരു യൂ ടേൺ റൈറ്റ് ആണെങ്കിൽ ആ യൂ ടേൺ റൈറ്റ് തന്നെ കാണിക്കും, അല്ലാതെ സ്ലൈറ്റ് ലെഫ്റ്റ് ആണെങ്കിൽ ആ സ്ലൈറ്റ് ലെഫ്റ്റ് പോലെ തന്നെ ഇവിടെ കാണിക്കുന്നത്. സോ നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യത ഓബ്വിയസ്ലി നമ്മുടെ നാട്ടിലെ റോഡുകൾ പറയാൻ പറ്റില്ല. പക്ഷേ ടേൺ ബൈ ടേൺ നാവിഗേഷൻ എന്നൊരു ഫീച്ചർ ഇതിനകത്തുള്ളത് വെരി ഗുഡ്. പിന്നെ ഗിയർ ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട്, നമുക്ക് റെവ് മീറ്റർ ഉണ്ട്, അത്യാവശ്യം വലുതായിട്ട് കാണുന്ന സ്പീഡോമീറ്ററാണ്, പിന്നെ എത്ര കിലോമീറ്റർ ബാക്കിയുണ്ട് ഓഡോമീറ്റർ, ഫ്യൂവലിൻ്റെ ഗേജ് എല്ലാം ചെറുതാണെങ്കിലും ഈ ഒരു ചെറിയ സ്ഥലത്ത് അവർ നീറ്റ്ലി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കംപ്ലയിൻസ് ഒന്നും തന്നെ ഇല്ല. ഇറ്റ് ലുക്സ് ഗുഡ്. ഇനി കമ്മിങ് ടു ദ മെയിൻ പോയിൻറ്റ്, ഇതിൻ്റെ പ്രൈസ് 1.52 891 എന്ന എക്സ് ഷോറൂം പ്രൈസ് കൊച്ചിയിലാണ് ഇതിപ്പോൾ ലോഞ്ച് അയക്കുന്നത്. അതായത് ഏകദേശം ഒരു ഓൺ റോഡ് 1.7 വരും. കോമ്പറ്റീഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലോവസ്റ്റ് പ്രൈസ്, വാല്യൂ ഫോർ മണി, ബക്ക് ഒന്നും പറയാനില്ല, ബാങ് ഓൺ ദ ബക്ക്. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എടുത്തെടുത്ത് പറയാൻ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ കണക്റ്റീവ് ഫീച്ചേഴ്സ് ഒന്നും അത്രയ്ക്ക് അങ്ങ് എന്താ പറയുക പ്രോപ്പറായിട്ടില്ല. പക്ഷേ എന്നാലും ഇന്നൊരു കംപ്ലൈൻ്റ് ആയിട്ട് എടുത്തു പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമുക്ക് വൺസ് കണക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സൊക്കെ തന്നെ ഇതിൽ കിട്ടുമായിരിക്കും. കാരണം ഇത് ഞാൻ വീണ്ടും പറയും, ഇത് ഉപയോഗിക്കാൻ പോകുന്നത് ഒരു 20 to 30 എന്നൊരു സ്റ്റുഡൻറ്റ് ഏജ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ പഠിത്തം തീർന്ന് ഒരു ജോലിക്ക് കയറാൻ നിൽക്കുന്ന, അല്ലെങ്കിൽ ഫ്രഷേഴ്സ്, അങ്ങനെ ഒരു കാറ്റഗറി ആൾക്കാരേക്ക് ഇത് വാങ്ങിക്കാൻ പോകുന്നത്. അവരിത് ഉപയോഗിക്കാൻ പോകുന്നതും ഡെയിലി യൂസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മൊബൈൽ വൺസ് കണക്റ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവുന്നത്, ഇതൊക്കെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് തന്നെ അവർക്ക്. കാരണം അവർ എക്സ്പെക്ട് ചെയ്യാണ്ട് തന്നെ അവർ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ കണക്റ്റായി, ഇതും കണക്റ്റായി. സോ എല്ലാം ഒരു സീംലെസ് ആയിട്ടൊരു ആർക്കിടെക്ചറിൻ്റെ ഉള്ളിലേക്ക് വന്നതാണ് ആൾക്കാർക്ക് വേണ്ടത് ഇപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ബ്രാൻഡ്സും എല്ലാ മാനുഫാക്ചറേഴ്സും ഇപ്പോൾ ഈ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നൊരു സാധനത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം. പൾസർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ അവരും കൂടെ ഇപ്പോൾ കൊടുത്തു. പക്ഷേ അവർ കൊടുത്തപ്പോൾ ഒരു ഗുണം ചെയ്തത് വില കൂട്ടിയില്ല. വില കൂട്ടാണ്ട് എന്തൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റി. സോ ഇതായിരുന്നു പൾസറിൻ്റെ പുതിയ N250 എന്ന് പറഞ്ഞ ഈ മോഡൽ. എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങളൊരു ബൈക്ക് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ എന്തായാലും പോയി ടെസ്റ്റ് റൈഡ് എടുക്കുക. കോമ്പറ്റീറ്റേഴ്സും ഉണ്ട്, കോമ്പറ്റീറ്റേഴ്സിനെ ടെസ്റ്റ് റൈഡ് എടുക്കുക. എന്നിട്ട് വാട്ട് ഐ ഫീൽ, ഈ ഒരു പ്രൈസിന് ഈ കിട്ടുന്ന ഫീച്ചേഴ്സ് ഇറ്റ് ഈസ് വർത്ത് ഇറ്റ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ആ ബൈക്ക് നിങ്ങൾ കൺസിഡർ ചെയ്യണം, ടെസ്റ്റ് റൈഡ് എടുത്ത് നോക്കുക. ഇതിൽ നിങ്ങൾക്ക് ഇതിന് ഈ ബൈക്കിനെ കുറിച്ച് കൂടുതൽ അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നതാണ്. നമ്മളതിന് കഴിയുന്ന പോലെ നമ്മൾ ആൻസേഴ്സ് ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ് വാസ് ഇറ്റ്. ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തീരെ മറക്കരുത്. അവിടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ അമർത്തുക. സോ ദാറ്റ് വാസ് ഇറ്റ്. ഇത് ഞാൻ നന്ദു. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്ലൈ മലയാളം. ഇനി മറ്റൊരു വാഹനമായിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വെലി.